നമസ്കാരം. 2024 മാർച്ച് 11 വൈകുന്നേരം ഒരു 5:30 കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ ഷിജു ഒരു പരാതിയുമായി എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയെ കാണാനില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ പരാതി. ഷിജു രാവിലെ ഭാര്യയ്ക്കൊപ്പം ആശുപത്രിയിലേക്ക് പോകാനായി റോഡിൽ നിൽക്കുകയായിരുന്നു. അയാള് വീട്ടിൽ നിന്ന് കുറച്ചു നേരത്തെ ഇറങ്ങിയിരുന്നു. രാവിലെ 10 മണിയോട് അടുപ്പിച്ചാണ് അയാൾ മെയിൻ റോഡിൽ ഭാര്യയെ കാത്തു നിന്നത്. ഭാര്യ അയാളുടെ അടുത്തേക്ക് കുറച്ചു സമയം കഴിയുമ്പോൾ എത്തേണ്ടതാണ്. പക്ഷെ 10:15 ഭാര്യ എത്തിയില്ല. അയാളുടെ ഭാര്യയുടെ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ ഫോണ് സ്വിച്ച് ഓഫ് ആണ്. അയാൾ കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങി ചെന്നു. അവിടെ അയാളുടെ ഭാര്യ അനുവില്ല. വീട് പൂട്ടിയിരിക്കുകയാണ്. അങ്ങനെയാണ് അയാൾ അടുത്ത വീട്ടിലേക്ക് തിരക്കുന്നത്. അടുത്ത വീട്ടിലേക്ക് തിരക്കിയപ്പോൾ അവർക്കാർക്കും അനുവിനെ കുറിച്ച് ഒരു വിവരവുമില്ല. അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അനു വീട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ വീട്ടിൽ അനുവില്ല. അനു അയാൾക്കൊപ്പം ആശുപത്രിയിലേക്ക് വരാൻ വേണ്ടി റെഡി ആകുന്നത് കണ്ടതിന് ശേഷമാണ് അയാൾ യഥാർത്ഥത്തിൽ മെയിൻ റോഡിലേക്ക് കടന്നത്. പക്ഷേ മെയിൻ റോഡിൽ അനു എത്തിയിട്ടില്ല. വീടാണെങ്കിൽ പൂട്ടിയിട്ടുമുണ്ട്. അയാള് സമീപത്തുള്ള വീടുകളിൽ അനുവിനെ തിരക്കിന് ശേഷം അവരുടെ ബന്ധുവീടുകളിലും മറ്റുമൊക്കെ അന്വേഷിച്ച് കാണാതെ വന്നപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയിരിക്കുന്നത്. രാവിലെ 10:15 അടുപ്പിച്ച് മിസ്സായ അനുവിനെ കാണാനില്ല എന്ന പരാതി ഷിജു പോലീസിനെ അറിയിക്കുമ്പോഴേക്കും സമയം 5:30 ആയിരിക്കുകയാണ്. ഒരു വലിയ ഡിലേ എന്തായാലും അനുവിന്റെ മിസ്സിങ്ങുമായി ബന്ധിപ്പിച്ച് ഉണ്ടായിട്ടുണ്ട്. പോലീസ് സ്വാഭാവികമായിട്ടും ഷിജുവിനോട് ആ കാര്യം ചൂണ്ടിക്കാണിച്ചു. അനുവിനെ കാണാതെ വന്നപ്പോൾ അയാള് ഓടി നടന്ന് എല്ലായിടത്തും അന്വേഷിച്ചതിനിടയിൽ ശരിക്കും സമയം പോയത് അയാൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ലേറ്റ് ആയതെന്ന് ഷിജു പോലീസിനോട് പറയുകയും ചെയ്തു. എന്തായാലും പോലീസ് സമയം കളയാതെ ഉടൻ തന്നെ അന്വേഷിച്ചിറങ്ങി. രാവിലെ 10:15 മിസ്സായി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് പോലീസ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇത്തരം കേസുകളിൽ പിന്നീട് അന്വേഷിച്ചിട്ട് ഫലമുണ്ടാകില്ല എന്ന് പോലീസ് നന്നായിട്ട് അറിയാം. പേരാമ്പ്ര പോലീസ് ഉടൻ തന്നെ അന്വേഷണമായിട്ട് ഇറങ്ങുമ്പോൾ അന്വേഷണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബിജു തന്നെ രംഗത്തുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആ ടീം ഉടൻ എത്തിയത് അനുവിന്റെ വീട്ടിലേക്കാണ്. ഷിജുവിന്റെ കയ്യിൽ ആ വീടിന്റെ അഡീഷണൽ താക്കോലുണ്ട്. ആ താക്കോൽ ഉപയോഗിച്ച് വീട് തുറന്ന് അവിടെയൊക്കെ അവർ പരിശോധിച്ചു. ആ വീട്ടിനകത്ത് അനുവിന്റെ സാന്നിധ്യമില്ല. വീട് പുറത്തുനിന്ന് പൂട്ടിക്ക് തന്നെയായിരുന്നു. അനുവിനെ അന്വേഷിച്ച് പോലീസും നാട്ടുകാരും ഒരുമിച്ച് രംഗത്തിറങ്ങി. അനവധി സ്ഥലങ്ങളിൽ ആ രാത്രിയിൽ അനുവിനെ അവരെ അന്വേഷിച്ചെങ്കിലും അനുവിനെ അവർക്ക് കിട്ടിയില്ല. അനു രാവിലെ 9:30 വീട്ടിലുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഷിജുവിന് ഒരു സംശയവുമില്ല. 9:30 ഷിജു മെയിൻ റോഡിലേക്ക് നടക്കുന്ന സമയത്ത് അനു റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അനു റെഡിയാവാൻ കുറച്ച് സമയമെടുക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഷിജു റോഡിലേക്ക് വന്ന് സുഹൃത്തുക്കളെ കണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോ അനുവിനെ കാണാനില്ല. 9:30 താൻ കണ്ട അനു എങ്ങോട്ട് പോയി? ആ ചോദ്യം ഷിജുവിനെ മാത്രമല്ല പോലീസുകാരും അലട്ടുകയാണ്. ആ രാത്രിയിൽ സകല റോഡുകളിലും പോലീസ് ഒരു തിരച്ചിൽ നടത്തി നോക്കി. ബസ് സ്റ്റാൻഡിലും അതുപോലെ ടാക്സി സ്റ്റാൻഡിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും ഒക്കെ പോലീസ് അന്വേഷിച്ചെങ്കിലും അവിടെയുള്ള ആരും തന്നെ അനുവിനെ കണ്ടിട്ടില്ല. അനുവിന്റെ ഫോട്ടോ ഇപ്പോൾ സകല മൊബൈലിലും പ്രചരിക്കുകയാണ്. ആ സ്ത്രീയെ കണ്ടു കിട്ടുന്നവർ ഉടൻ തന്നെ സമീപത്തെ സ്റ്റേഷനിൽ അറിയിക്കണമെന്നുള്ള ഇൻഫർമേഷൻ ആ ഫോട്ടോയുടെ അടിയിലുണ്ട്. നേരെ പുലർന്നിട്ടും അനുവിനെ കുറിച്ചുള്ള ഒരു വിവരവും കിട്ടിയില്ല. ഈ സമയത്താണ് പോലീസിന് ഒരു നിർണായകമായ ഇൻഫർമേഷൻ കിട്ടിയത്. തലേദിവസം രാവിലെ ഏകദേശം ഒരു 10 മണിയോട് അടുപ്പിച്ച് അനുവിന്റെ വീടിന്റെ മുന്നിലൂടെയുള്ള ആ കീലിടാത്ത റോഡിൽ അനു മെയിൻ റോഡിലേക്ക് നടക്കുന്ന സമയത്ത് അനു ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടുവെന്ന് നാട്ടുകാരിൽ ഒരാൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അയാള് ശരിക്കും ആ റോഡിന്റെ മറ്റേ അറ്റത്ത് റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് അനുവിനെ കണ്ടത്. ആ സമയത്ത് അനു ഒരു ബൈക്കുകാരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബൈക്കുകാരനോട് അനു സംസാരിച്ചുകൊണ്ടിരുന്ന സ്ഥലവും അയാൾക്ക് കൃത്യമായി ഓർമ്മയുണ്ട്. അയാൾ പറഞ്ഞ ആ സ്ഥലത്തേക്ക് ഉടൻ തന്നെ പോലീസ് എത്തി. അവിടെ അനു സംസാരിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് വിശദമായ തിരച്ചിൽ പോലീസ് നടത്തപ്പോൾ അവിടെ അനുവിന്റെ ഒരു സാന്നിധ്യമില്ല. പക്ഷെ അപ്പോഴാണ് പോലീസിന്റെ ശ്രദ്ധ സമീപത്തുള്ള ഒരു വീട്ടിലേക്ക് പതിഞ്ഞത്. അവിടെ CCTV ക്യാമറയുണ്ട്. പോലീസ് ഉടൻ തന്നെ ആ വീട്ടിലെത്തി അവിടുത്തെ ക്യാമറയിൽ തലേദിവസത്തെ വിഷ്വലുകൾ പരിശോധിക്കുമ്പോൾ ആ വിഷ്വലുകളിൽ കൃത്യമായി അനുവിനെ കാണാൻ പറ്റും. അനു ഒരാളോട് സംസാരിക്കുകയാണ്. ആ ആള് ഒരു കോട്ട് ധരിച്ചിട്ടുണ്ട്. അയാൾ ഹെൽമെറ്റും വെച്ചിട്ടുണ്ട്. അയാളുടെ ബൈക്ക് ചുവപ്പ് നിറത്തിലുള്ളതാണ്. അനു അവിടെ എത്തുമ്പോൾ ആ ബൈക്ക് അവിടെ നിൽക്കുകയാണ്. അതിനു മുമ്പുള്ള വിഷ്വലിൽ ആ ബൈക്ക് സാവധാനം അവിടെ വന്ന് നിൽക്കുന്നത് കൃത്യമായി കാണാം. ആ ബൈക്ക് നിന്ന് ഏതാനും സെക്കൻഡുകൾ കഴിയുമ്പോഴാണ് അനു നടന്ന് അവിടെ എത്തുന്നത്. അതിന്റെ അർത്ഥം വ്യക്തമാണ്. ആ ബൈക്ക് അനുവിനെ പാസ് ചെയ്താണ് മുന്നോട്ട് വന്നത്. ആ പോയിന്റിൽ നിർത്തിയ ബൈക്കുകാരൻ അനു അടുത്തെത്തിയപ്പോൾ അനുവിനോട് എന്തോ സംസാരിക്കുന്നത് CCTVയിൽ കാണാം. അനുവിനോട് അയാൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അനു ഒന്ന് നിൽക്കുന്നത് കാണാം. പക്ഷെ അല്പസമയം കഴിഞ്ഞതും അനു അയാളുടെ ബൈക്കിലേക്ക് കയറി. ആ ബൈക്ക് അനുവുമായി നേരെ മുന്നിലേക്ക് ഓടിപ്പോവുകയാണ്.
ആ മനുഷ്യൻ അനുവിന് മെയിൻ റോഡിലേക്ക് ഒരു ലിഫ്റ്റ് ഓഫർ ചെയ്തിരിക്കാനുള്ള ഒരു സാധ്യതയാണ് ആ വിഷ്വൽ പോലീസ് കണ്ടത്. ഷിജുവും ആ വിഷ്വൽ കണ്ടു. ഷിജുവിനോടായി പോലീസ് തിരക്കി, അതാരാ? പോലീസ് ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഷിജുവും ആലോചിക്കുന്നതാണ്, അതാരാ? അങ്ങനെ ഒരു ചുവന്ന ബൈക്കിനെയോ കോട്ട് ധരിച്ച ആ വ്യക്തിയോ ഷിജു ഇതിനു മുമ്പേ കണ്ടിട്ടേയില്ല. അയാളുടെ മുഖം വ്യക്തമല്ല, ഹെൽമെറ്റ് ഇരിക്കുകയാണ്. നാട്ടുകാരും ഒക്കെ ആ വിഷ്വലിലേക്ക് സൂക്ഷിച്ചു നോക്കുകയാണ്. അവരൊക്കെ ആ വിഷ്വൽ കാണുന്ന വ്യക്തിയെ തിരിച്ചറിയാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അവർക്ക് ആർക്കും ആ വ്യക്തി അറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അനുവിന് ആ വ്യക്തിയെ പരിചയം ഉള്ളത് കൊണ്ടാണ് അനു ആ ബൈക്കിൽ കയറിയത്. അല്ലെങ്കിൽ ഒരിക്കലും ആ സമയത്ത് അനു ആ ബൈക്കിൽ കയറി യാത്ര ചെയ്യാൻ ഒരു സാധ്യതയുമില്ല. എന്തായാലും അയാളെ കണ്ടുപിടിച്ചാൽ അനു എങ്ങോട്ട് പോയെന്നുള്ള കാര്യം അറിയാം. അനു ഇനി ആ ബൈക്കുകാരനൊപ്പം ഒളിച്ചോടിയോ? സ്വാഭാവികമായി ആ ഒരു ചോദ്യം പെട്ടെന്ന് നാട്ടുകാരിൽ പലരുടെയും മനസ്സിലേക്ക് വരികയാണ്. അങ്ങനെ ഒളിച്ചോടേണ്ട ഒരു സാഹചര്യത്തിൽ ഉള്ള ആളാണ് അനു എന്നൊരു അഭിപ്രായം സമീപത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഇല്ലെങ്കിൽ പോലും അത്തരത്തിലൊരു ചോദ്യം ഉന്നയിക്കപ്പെടുകയാണ്. ഒരു ബൈക്കുകാരന്റെ പുറകിൽ കയറിപ്പോയ അനുവിനെ പിന്നീട് ആരും കണ്ടിട്ടില്ല. പോലീസ് സമീപത്ത് വേറെ ഏതെങ്കിലും വീടുകളിൽ CCTV ക്യാമറ ഉണ്ടോ നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ല. അങ്ങനെയാണ് പോലീസ് മെയിൻ റോഡിലേക്ക് വരുന്നത്. മെയിൻ റോഡിൽ അവർ അനവധി വിഷ്വലുകൾ പരിശോധിച്ചു. അങ്ങനെ പരിശോധിക്കുന്നതിനിടയിൽ അവർക്ക് ഒരു CCTV വിഷ്വലിൽ നിന്ന് ആ ബൈക്കിലെയും ആ ബൈക്കിലെ യാത്രക്കാരനെയും വീണ്ടും കാണാൻ പറ്റി. പക്ഷെ ആ സമയത്ത് ആ ബൈക്കിൽ അയാൾ മാത്രമേ ഉള്ളൂ. അതിന്റെ അർത്ഥം വ്യക്തമാണ്. ആ സ്ത്രീയെ, ആ മനുഷ്യൻ മെയിൻ റോഡിൽ ഇറക്കിയിട്ട് അയാൾ ടൗണിന്റെ ഭാഗത്തേക്ക് പോവുകയാണ്. ആ വ്യക്തി അനുവുമായി മുങ്ങിയതല്ല, അയാള് അനുവിന് ഒരു ലിഫ്റ്റ് കൊടുത്തതാണ്. പലപ്പോഴും നമുക്ക് ആളുകൾ ലിഫ്റ്റ് ഓഫർ ചെയ്യുമ്പോൾ നമ്മൾ ആ ലിഫ്റ്റ് സ്വീകരിക്കാറുണ്ടല്ലോ. ആ ശൈലിയിൽ ആ ചെറിയ വഴി കൂടെ നടക്കായിരുന്ന അനു അയാളുടെ ലിഫ്റ്റ് സ്വീകരിച്ചാണ്. ആ ലിഫ്റ്റ് സ്വീകരിക്കാൻ അനുവിന് ചില കാരണങ്ങളുണ്ട്. ആ റോഡിന്റെ ഒരു അവസ്ഥയായിരിക്കാം ചിലപ്പോൾ ആ ലിഫ്റ്റ് സ്വീകരിക്കാൻ അനുവിനെ പ്രേരിപ്പിച്ചിരിക്കുക. ചെളിയും വെള്ളവും ഒക്കെ ആ തടത്തിലുണ്ട്. ചെളിയിലും വെള്ളത്തിലും ചവിട്ടാതെ മെയിൻ റോഡിലേക്ക് കയറാൻ ഒരാള് ലിഫ്റ്റ് ഓഫർ ചെയ്തപ്പോൾ അവൾ ആ ലിഫ്റ്റ് സ്വീകരിച്ചാണ്. അവൾക്ക് പരിചയമുള്ള ആളായതുകൊണ്ട് അവള് അയാളുടെ പുറകിൽ ഇരുന്ന് മെയിൻ റോഡിൽ എത്തിയതാണ്. മെയിൻ റോഡിൽ അനു എത്തി. പക്ഷെ അനു എങ്ങോട്ട് പോയെന്ന് അറിയില്ല എന്ന് പോലീസ് പറയുമ്പോഴും ഷിജു അതിൽ സംശയം ഉന്നയിക്കുകയാണ്. ആ ചെറിയ റോഡിൽ നിന്ന് മെയിൻ റോഡിൽ കയറി അധികം ദൂരെ കഴിയുമ്പോഴാണ് ഷിജു നിൽക്കുന്ന ആ ബസ് സ്റ്റാൻഡ് എത്തുക. ഷിജുവിന് വേണമെങ്കിൽ അവിടെ നിന്ന് നോക്കിയാൽ ആ ഇട റോഡ് കാണാൻ പറ്റും. അവിടെ അനു എത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഷിജുവിന്റെ കണ്ണിൽ അനു പെടേണ്ടതാണ്. ഷിജു മാത്രമല്ല, വേറെയും ആളുകൾ ആ സമയത്ത് ആ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നു. അവരാരും തന്നെ അനുവിനെ കണ്ടിട്ടില്ല. അവരാരെങ്കിലും അനുവിനെ കണ്ടിരുന്നെങ്കിൽ ഉറപ്പായും ആ കാര്യം ഷിജുവിനോട് ഇതിനിടയിൽ പറഞ്ഞിനെ. ഷിജു ആ സംശയം ഉന്നയിക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു വാർത്ത പോലീസിനെ തേടിയെത്തുന്നത്. അവര് ആ CCTV വിഷ്വൽ പരിശോധിച്ച് മെയിൻ റോഡിലേക്ക് കയറിയിരിക്കുന്ന അതിനിടയിൽ ഒരു ഡൈവർഷന്, ഒരു തോട്ടിൽ ഒരു സ്ത്രീ കിടക്കുന്നു എന്നുള്ള വാർത്തയാണ് പോലീസിനെ തേടിയെത്തിയത്. അങ്ങനെയാണ് നാട്ടുകാരും പോലീസും ഒക്കെ അല്ലിയോറ എന്ന സ്ഥലത്തേക്ക് ഓടിയെത്തുന്നത്. അവിടെ അത്യാവശ്യം വെള്ളമുള്ള ഒരു തോട്ടിൽ ഒരു സ്ത്രീ കവിഴ്ന്ന് കിടക്കുന്ന കാഴ്ചയാണ് പോലീസ് അവിടെ എത്തുമ്പോൾ കാണുന്നത്. ആ സ്ത്രീയുടെ ശരീരം അർദ്ധനഗ്നമാണ്. ചുരിദാറാണ് അവരുടെ വേഷം. പക്ഷേ പാൻസ് ഊരിപ്പോയിരിക്കുകയാണ്. അവര് വെള്ളത്തിന്റെ അടിയിലാണ് ഉള്ളത്. എന്നാലും അവരുടെ വസ്ത്രം പൊങ്ങി നിൽക്കുന്നത് വ്യക്തമാണ്. ആ സ്ത്രീയുടെ ചുരിദാർ അവിടേക്ക് വിവരമറിഞ്ഞ് ഓടിയെത്തിയ ഷിജുവിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. അയാളുടെ ഹൃദയമിടിപ്പോടെ ആ കാഴ്ചയിലേക്ക് നോക്കുമ്പോഴേക്കും പോലീസ് നാട്ടുകാരുടെ സഹായത്തോടുകൂടി ആ സ്ത്രീയെ വെള്ളത്തിൽ നിന്ന് പൊക്കി കരയിലേക്ക് കിടത്തി. ആ സ്ത്രീയുടെ മുഖം കണ്ട ഷിജു ശരിക്കും വാവിട്ട് വിളിച്ചു പോവുകയാണ്. നാട്ടുകാർക്കും ആ സ്ത്രീയെ അറിയാം. അത് തലേദിവസം രാവിലെ കാണാതായി എന്ന് എല്ലാവരും വിശ്വസിക്കുന്ന അനുവാണ്. അനുവിന്റെ ബോഡി ഏതാണ്ട് തണുത്ത് വിറങ്ങലിച്ചിട്ടുണ്ട്. അവൾ മരിച്ചിട്ട് ഒരുപാട് നേരമായിട്ടുണ്ട്. വിവരം ഉടൻ തന്നെ SHO ബിജു DYSPക്കും അതുപോലെ SP-ക്കും റിപ്പോർട്ട് ചെയ്തു. അതേ സമയം കഴിയുമ്പോൾ മേലു ദിവസം സംഭവ സ്ഥലത്തെത്തി. അതോടൊപ്പം ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിഭാഗവും എല്ലാം എത്തുകയാണ്. ശരിക്കും വല്ലാത്തൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. തലേദിവസം രാവിലെ ഏകദേശം 10 മണിയോടുകൂടി ആ CCTV വിഷ്വലിൽ പതിഞ്ഞിരിക്കുന്ന അനുവാണ് ഇപ്പോൾ ഇവിടെ ഡെഡ് ബോഡിയായി ആ തോട്ടിൽ കിടക്കുന്നത്. അനുവിനെ CCTVയിൽ കണ്ട ആ സ്പോട്ടിൽ നിന്ന് മെയിൻ റോഡിലേക്കുള്ള ആ വഴിയിലാണ് ഒരു ഡൈവർഷൻ ഉള്ളത്. ആ ഡൈവർഷനിലുള്ള ഒരു തോട്ടിലാണ് അനു കിടക്കുന്നത്. അനു എങ്ങനെ ആ ഡൈവർഷനിലേക്ക് എത്തി? അനു ആ ബൈക്കിൽ കയറി പോകുന്നത് വ്യക്തമായി ആളുകൾ കണ്ടതാണ്. ആ ബൈക്ക് ആ ഡൈവർഷനിലേക്ക് ഇറങ്ങിയതിന്റെ ഒരു ലക്ഷണവുമില്ല. ബൈക്ക് അങ്ങനെ ഇറങ്ങിയാൽ സ്വാഭാവികമായിട്ടും ഈ ടയർ പതിഞ്ഞ പാടുണ്ടാകും. അവിടെ അങ്ങനെ ഒരു സംഭവമില്ല. ബൈക്ക് മെയിൻ റോഡിലൂടെ പോയതിന് വേറെ സാക്ഷികളുണ്ട്. നേരത്തെ CCTVയിൽ
പോലീസ് തന്നെ അത് കണ്ടെത്തിയതാണ്. അനു ആ ബൈക്കിൽ നിന്ന് അവിടെ ഇറങ്ങിയിട്ട് ആ തോടിന്റെ വരമ്പത്തൂടി നടന്നാൽ മെയിൻ റോഡിൽ വേഗം എത്തൂ. എന്തായാലും അങ്ങനെ എത്താൻ ഒരു സാധ്യതയില്ല. പിന്നെ എന്തിനായിരിക്കാം അനു അവിടെ ഇറങ്ങിയത്? ധാരാളം ചോദ്യങ്ങൾക്ക് ഉത്തരം സ്വാഭാവികമായിട്ടും അവിടെ കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും അനുവിൻ്റെ ബോഡി പരിശോധിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമായി. അനു ധരിച്ചിരുന്ന മാലയും കമ്മലും കൊലുസും വളയും അനുവിൻ്റെ ശരീരത്തിലില്ല. അനു ധരിച്ചിരുന്ന ആ ആഭരണങ്ങൾ മോഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ആ മോഷണ ശ്രമത്തിനിടയിലാണ് അനു മരിച്ചിരിക്കുന്നത്. അനു മരിച്ചതല്ല, അനുവിനെ കൊന്നതാണ്. അനുവിൻ്റെ തല തോട്ടിൽ ചവിട്ടി താഴ്ത്തിയിരിക്കുകയാണ്. അനുവിൻ്റെ ദേഹത്ത് ശരിക്കും ബലം പ്രയോഗിച്ചതിൻ്റെ വ്യക്തമായ പാടുകളുണ്ട്. അനുവിൻ്റെ തല മുറിഞ്ഞിട്ടുമുണ്ട്. അനുവിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി തോട്ടിൽ ചവിട്ടി താഴ്ത്തിയതാണ്. ആ ക്രൈം സീൻ പരിശോധിക്കുന്നതിനിടയിൽ SHO ബിജു മറ്റു ചില കാര്യങ്ങൾ കണ്ടെത്തി. ആ തോട്ടിലേക്ക് അനുവിനെ വലിച്ചിഴയ്ക്കുകയായിരുന്നു. വലിച്ചിഴയ്ക്കപ്പെട്ടിരിക്കുന്നത് അനുവിൻ്റെ വീട്ടിൽ നിന്ന് മെയിൻ റോഡിലേക്കുള്ള ആ റോഡിൽ ഒരു പോയിന്റിൽ നിന്നാണ്. ആ പോയിന്റിൽ നിന്ന് അനുവിനെ തോട് വരെ വലിച്ചിഴച്ച് കൊണ്ടുവന്നതിന് ശേഷം തോട്ടിൽ ചവിട്ടി താഴ്ത്തിയതാണ്. ആ പോയിന്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായി പരിശോധനയ്ക്ക് വിധേയമായി. അവിടെ രക്തത്തിന്റെ ഒരു അംശമുണ്ട്. അനുവിന്റെ തല മുറിഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് അവിടെ വെച്ച് അനു തലയിടിച്ച് വീണിരിക്കണം. ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന അനു തലയിടിച്ച് അവിടെ എങ്ങനെ വീണു? ഇനി അതോ ആ ബൈക്ക് യാത്രക്കാരൻ അനുവിനെ അപകടപ്പെടുത്തിയതാണ്? ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടേണ്ടതുണ്ട്. എന്നാലും പോലീസ് നായ അവിടെ എത്തി. പോലീസ് നായ മണം പിടിച്ചു. അത് തോട്ടിന്റെ കരയിൽ നിന്ന് ആ തടം വരെ ഓടിയെത്തിയതിനു ശേഷം തടത്തിലൂടെ ഓടി മെയിൻ റോഡിൽ എത്തുകയും ചെയ്തു. സ്വാഭാവികമായിട്ട് അത് ഫോളോ ചെയ്തിരിക്കാൻ സാധ്യതയുള്ളത് ആ ബൈക്കിനെയാണെന്ന് വ്യക്തമാണ്. മെയിൻ റോഡിൽ എത്തിയതിനു ശേഷം അതിന് പിന്നീട് അങ്ങോട്ട് അധിക ദൂരം മണം പിടിച്ച് ഓടാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ പോലീസിന്റെ കൈവശമുള്ള ഏക തെളിവെന്ന് പറയുന്നത് ആ ചുവന്ന ബൈക്കാണ്. ആ ബൈക്ക് ഓടിച്ച വ്യക്തിക്ക് എന്തായാലും ഈ മരണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പോലീസിനോട് പറയാനുണ്ടാവും. അത് എന്താണെന്ന് അറിയാനായി പോലീസ് ആ ചുവന്ന ബൈക്കിനെ ഫോളോ ചെയ്തു തുടങ്ങി. ആദ്യം പോലീസിന് വിഷ്വലൊന്നും കിട്ടിയില്ലെങ്കിലും പിന്നീട് പോലീസിന് പേരാമ്പ്ര ടൗണിൽ നിന്ന് ആ ബൈക്കിന്റെ വിഷ്വൽ കിട്ടി. ആ ബൈക്കിനെ പോലീസ് ഫോളോ ചെയ്തു തുടങ്ങിയാണ്. പല സ്ഥലത്തും ആ ബൈക്ക് ഇങ്ങനെ മിന്നായം പോലെ കടന്നു പോകുന്നത് കൃത്യമായി കാണാം. ആ കോട്ട് ധരിച്ചിരിക്കുന്ന വ്യക്തി തലയിൽ ഹെൽമറ്റ് അങ്ങനെ എപ്പോഴും ഉറപ്പിച്ച് പിടിച്ചിരിക്കുകയാണ്. അയാളുടെ ഹെൽമറ്റ് ഊരുന്നില്ല. അങ്ങനെ പോലീസ് കളക്ട് ചെയ്ത് 100ഓളം CCTV വിഷ്വൽസ് ആണ്. അങ്ങനെ 100 വിഷ്വലുകൾ കളക്ട് ചെയ്ത പോലീസിന് അവസാനം അതിന്ന് നിർണായകമായ ഒരു വിഷ്വൽ കിട്ടി. അത് ആ ബൈക്കിന്റെ നമ്പറാണ്. ആ നമ്പർ ബേസ് ചെയ്ത് പോലീസ് ഒരു അന്വേഷണം ആരംഭിച്ചതും അവര് ആ ബൈക്കിന്റെ ഉടമയുടെ വീട്ടിലെത്തി. ഉടമയുടെ പേര് നൗഫൽ എന്നാണ്. നൗഫലിന്റെ സ്ഥലം കണ്ണൂരിലെ മട്ടന്നൂരാണ്. മട്ടന്നൂരിലുള്ള നൗഫലിന്റെ വീട്ടിൽ പോലീസ് അന്വേഷിച്ചെത്തപ്പോൾ നൗഫല് പോലീസിനോട് ആ കാര്യം വ്യക്തമാക്കി. അവന്റെ ബൈക്ക് മോഷണം പോയി. അവൻ ആ കാര്യം പോലീസിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അവന്റെ ബൈക്ക് മോഷ്ടിച്ച വ്യക്തിയാണ് ആ ബൈക്കുമായി അനുവിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. വളരെ വളരെ വ്യക്തമായ ഒരു മോഡസ് ഓഫ് ഓപ്പറാൻഡി പെട്ടെന്ന് പോലീസിന് സ്ട്രൈക്ക് ചെയ്യുകയാണ്. സമാന സ്വഭാവത്തിൽ മോഷ്ടിച്ച വാഹനങ്ങളിലൂടെ കറങ്ങി നടന്ന് പിടിച്ചുപറി നടത്തുന്ന, സ്ത്രീകളെ റേപ്പ് ചെയ്യുന്ന, സ്ത്രീകളെ കൊല ചെയ്യാൻ മടിയില്ലാത്ത ഒരാളുടെ വിവരം പോലീസിന്റെ രേഖകളിലുണ്ട്. ആ വിവരം ശരിക്കും പോലീസിന് കിട്ടുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ നിന്നാണ്. ഈ ബൈക്കിനെ കുറിച്ചുള്ള വിവരം കിട്ടിയപ്പോൾ പോലീസ് കോഴിക്കോട് ജില്ലയിലെ എല്ലാ സ്റ്റേഷനുകളിലേക്കും സമീപത്ത ജില്ലകളിലേക്കൊക്കെ ആ ബൈക്കിനെ കുറിച്ചും ആ ബൈക്കുകാരൻ നടത്തിയിരിക്കാൻ സാധ്യതയുള്ള ക്രൈമിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്തപ്പോഴാണ് കൊണ്ടോട്ടിയിൽ നിന്ന് കോഴിക്കോട് പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലേക്ക് ആ കോഡ് വരുന്നത്. അവരുടെ കയ്യിൽ സമാന സ്വഭാവത്തിൽ സ്ത്രീകളെ ഉപദ്രവിക്കുകയും ആഭരണങ്ങൾ പിടിച്ചുപറിക്കുകയും ചെയ്യുന്ന ഒരാളെ കുറിച്ചുള്ള വിവരമുണ്ട്. അയാളൊരു ഹാബിച്വൽ ഒഫൻഡറാണ്. അയാൾക്ക് ക്രൈം എന്ന് പറയുന്നത് അയാളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കാര്യമാണ്. ക്രൈം ചെയ്യാൻ ഒരു മടിയില്ലാത്ത ഒരു കക്ഷിയാണ്. കൊണ്ടോട്ടിൽ തന്നെ ജനിച്ചു വളർന്ന അയാള് 20ാമത്തെ വയസ്സിൽ ക്രൈമിലേക്ക് ഇറങ്ങിയ വ്യക്തിയാണ്. അയാളുടെ ക്രൈമിന്റെ രീതി ഇതേ ശൈലിയിലാണ്. 2020 മുക്കത്തിന് സമീപം മെത്തേരി എന്ന സ്ഥലത്ത് ഏകദേശം 60 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീക്ക് ആ മനുഷ്യൻ ഒരു ലിഫ്റ്റ് ഓഫർ ചെയ്തിരുന്നു. ലിഫ്റ്റ് ഓഫർ ചെയ്തത് ഒരു ഓട്ടോറിക്ഷയിലാണ്. ആ സ്ത്രീ അവരുടെ ജോലിസ്ഥലമായ ഹോട്ടലിലേക്ക് പോകുമ്പോഴാണ് അങ്ങനെ ഒരു ഓഫർ അവർക്ക് ലഭിക്കുന്നത്. അയാൾ ഹോട്ടലിലേക്കാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ആ സ്ത്രീ അയാളുടെ ഓട്ടോയിൽ കയറിയത്. ഓട്ടോ കയറിയ ആ സ്ത്രീയെ ആ മനുഷ്യൻ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത്. അവർ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയതും ഓട്ടോ നിർത്തി പുറത്തിറങ്ങിയ ആ വ്യക്തി അവരെ ആ ഓട്ടോയിൽ കെട്ടിയിടുകയായിരുന്നു. അവരുടെ വാക്കകത്തേക്ക് തുണി കുത്തിക്കയറ്റിയിട്ട് അവരെ ആ ഓട്ടോയിലിട്ട് റേപ്പ് ചെയ്ത ആ വ്യക്തി അതിനുശേഷം അവരുടെ ദേഹത്തുണ്ടായിരുന്ന ആഭരണങ്ങളൊക്കെ അഴിച്ചെടുത്ത് അവരെ ആ ഓട്ടോയിൽ നിന്ന് വലിച്ചിറക്കി പുറത്തേക്ക് കളഞ്ഞതിന് ശേഷം വാഹനം ഓടിച്ചു പോവുകയായിരുന്നു. ശരിക്കും അവശയായ ആ സ്ത്രീയെ റോഡരികിൽ കണ്ട ആളുകൾ
പോലീസിന് റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് പോലീസ് ആ വിവരം അറിയുന്നത്. അയാൾക്ക് വേണ്ടി അവിടെ ആ മുക്കം മേഖലയിൽ പോലീസ് ഒരു വ്യാപക തിരച്ചിൽ തന്നെ നടത്തി. ആ തിരച്ചില് അങ്ങനെ ഫലം കാണുമെന്ന ഘട്ടം എത്തിയപ്പോഴാണ് പോലീസ് ആ വിവരം അറിയുന്നത്. പോലീസിന്റെ വല പൊട്ടിച്ച് അയാൾ കോഴിക്കോട് ജില്ല തന്നെ കടന്നുപോയിരിക്കുകയാണ്. പക്ഷെ അയാളെ കണ്ണൂർ ജില്ലയിലിട്ട് അവസാനം പോലീസ് പിടികൂടി, അതീവ സാഹസികമായി. ആ വ്യക്തി ആ കേസുമായി ബന്ധപ്പെട്ട് 1.5 കൊല്ലക്കാലം ജയിലിലായിരുന്നു. 1.5 കൊല്ലം ജയിലിൽ കിടന്ന അയാൾ വിചാരണ സമയത്ത് തുടങ്ങാത്തതുകൊണ്ട് ജാമ്യം നേടി പുറത്തിറങ്ങിയിരിക്കുകയാണ്. ആ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മയാണ് ഈ അനുവിന്റെ മർഡറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊണ്ടോട്ടി പോലീസിൽ കിട്ടിയപ്പോൾ അവർക്ക് ഓർമ്മ വന്നത്. അതുകൊണ്ടാണ് അവർ ആ വിവരം പേരമ്പ്ര പോലീസിനെ അറിയിച്ചത്. പേരമ്പ്ര SP-യും DYSP-യും സെക്ടർ ഇൻസ്പെക്ടറും ഒക്കെ ആ വിവരം അറിഞ്ഞു. കൊണ്ടോട്ടി പോലീസ് സൂചിപ്പിക്കുന്ന ആ വ്യക്തിക്ക് ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയുണ്ട്. അയാളുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയെ കുറിച്ച് അറിഞ്ഞതും SP അരവിന്ദ് സുകുമാർ ആ വ്യക്തിയുടെ പൂർണ്ണ വിവരങ്ങൾ ശേഖരിച്ചു. അയാളുടെ പേര് മുജീബ് റഹ്മാൻ എന്നാണ്. മുജീബ് റഹ്മാന്റെ പേരിൽ ആ സമയമായപ്പോൾ 57 കേസുകളുണ്ട്. കൊണ്ടോട്ടിയിൽ മാത്രം 13 കേസുകളുണ്ട്. മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലുമായി അയാളുടെ ആ കേസുകൾ അങ്ങനെ പരന്നു കിടക്കുകയാണ്. അയാളുടെ കേസുകളെല്ലാം തന്നെ പിടിച്ചുപറിയുമായി അല്ലെങ്കിൽ വാഹന മോഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റേപ്പുമായി ബന്ധപ്പെട്ടാണ്. കൊലപാതക കേസുകളുണ്ട്. 20ാമത്തെ വയസ്സിൽ തിരൂരുള്ള ഒരു ജ്വല്ലറി ഉടമയെ കുത്തിക്കൊന്നതാണ് അയാളുടെ പേരിലുള്ള ആദ്യത്തെ കേസ്. അതിനുശേഷം കഴിഞ്ഞ 28 കൊല്ലങ്ങളിലായി അനവധി തവണ അയാൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഓരോ തവണ പിടിയിലാകുമ്പോഴും അയാൾ ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും കുറ്റം ചെയ്യുകയാണ് പതിവ്. അയാളെ സ്ഥിരമായി ജയിലിലിടാൻ ഇതുവരെയും പോലീസിന് പറ്റിയിട്ടില്ല. പോലീസ് വളരെ പാടുപെട്ട അയാളെ പിടികൂടുന്നത്. പക്ഷെ കോടതി വ്യവഹാരങ്ങളിലെ നൂലാമാലകൾക്കിടയിലൂടെ അയാൾ സുഖമായിട്ട് ജാമ്യത്തിൽ പുറത്തിറങ്ങി. അങ്ങനെയാണ് ഇത്രയേറെ ക്രൈമുകൾ അയാളുടെ പേരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ വ്യക്തിയുടെ മോഡസ് ഓഫ് ഓപ്പറാൻഡി ഈ അനുവിന്റെ മർഡർ കേസുമായി കമ്പയർ ചെയ്യുമ്പോൾ സമാന സ്വഭാവത്തിൽ ഉള്ളതാണെന്നുള്ള ഏകദേശ ധാരണയിലേക്ക് SP അരവിന്ദും DYSP-യും അതുപോലെ CIK എത്തി. അങ്ങനെയാണ് അവർ കൊണ്ടോട്ടി പോലീസിന്റെ സഹായം അഭ്യർത്ഥിക്കുന്നത്. കൊണ്ടോട്ടി പോലീസും പേരാമ്പ്ര പോലീസും ഒന്നിച്ച് സംയുക്തമായി മുജീബ് റഹ്മാന്റെ കൊണ്ടോട്ടിയിലുള്ള വീട് വളയാൻ തീരുമാനിക്കുന്ന അങ്ങനെയാണ്. പക്ഷെ അതിനു മുന്നേ തന്നെ എടവണ്ണപ്പാറയിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ആ ചുവന്ന ബൈക്ക് പോലീസിന് കിട്ടുകയും ചെയ്തു. കൊണ്ടോട്ടിൽ നിന്ന് കുറച്ച് ദൂരെയാണ് എടവണ്ണപ്പാറ. എടവണ്ണപ്പാറയിൽ ഉപേക്ഷിക്കപ്പെട്ട ബൈക്ക് കണ്ണൂരിലെ മട്ടന്നൂരിൽ നിന്ന് കാണാതായ നൗഫലിന്റെ ബൈക്ക് തന്നെയാണ്. ആ ബൈക്ക് തന്നെയാണ് ആ മുഖംമൂടി ധരിച്ച വ്യക്തി ധരിച്ചിരുന്നത്. ആ മുഖംമൂടി ധരിച്ച വ്യക്തി മുജീബ് റഹ്മാൻ ആണോ എന്നാണ് അറിയേണ്ടത്. എന്നാലും ഒരു കാര്യം വ്യക്തമാണ്, കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ അനു കൊല്ലപ്പെട്ട ദിവസം പോലീസ് CCTV-യിലൂടെ കണ്ടെത്തിയ ആ ബൈക്ക് തന്നെയാണ് ഇവിടെ ഈ മലപ്പുറം ജില്ലയിൽ എടവണ്ണപ്പാറയിൽ ഉള്ളത്. ആ ക്രൈം നടത്തിയ വ്യക്തി ഉറപ്പായും, അല്ലെങ്കിൽ ആ ക്രൈമിന്റെ ഭാഗമായിരുന്ന വ്യക്തി, അല്ലെങ്കിൽ അനുവിന് ലിഫ്റ്റ് കൊടുത്ത വ്യക്തി ഉറപ്പായും പേരാമ്പ്രയിൽ നിന്ന് ഇടവണ്ണപ്പാറ എത്തിയിട്ടുണ്ട്. ആ ഇടവണ്ണപ്പാറ വരെ ആ ബൈക്ക് ഓടിച്ച വ്യക്തി ഇനി മുജീബ് റഹ്മാൻ ആണോ? അതാണ് പോലീസിന് അറിയേണ്ടത്. അതിന് മുജീബിനെ പൊക്കിയാലേ അറിയാൻ പറ്റും. മുജീബിനെ പൊക്കുന്നതിനെ കുറിച്ച് പോലീസ് സീരിയസ് ആയി ആലോചിക്കുമ്പോഴാണ് അനുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് ലഭിക്കുന്നത്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസ് സംശയിച്ചതുപോലെ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. അനുവിനെ ശ്വാസം മുട്ടിച്ച കൊലപ്പെടുത്തിയിരിക്കുന്നത്. അവളുടെ തല വെള്ളത്തിനടിയിലേക്ക് ചവിട്ടി താഴ്ത്തിയ സമയത്ത് അവളുടെ വായ്ക്കുള്ളിലേക്ക് കയറിയ വെള്ളവും ചെളിയൊക്കെ അവളുടെ ശ്വാസകോശത്തിലേക്ക് ഇരച്ചു കയറിയിട്ടുണ്ട്. അങ്ങനെയാണ് അവള് മരണപ്പെട്ടിരിക്കുന്നത്. അതിനു പുറമെ ഒരു കാര്യം കൂടി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് നോട്ട് ചെയ്തിട്ടുണ്ട്. അനു റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ പോലീസ് ആ തടത്തിന്റെ അരികിൽ നിന്ന് തോടുവരെ അനുവിനെ വലിച്ചിഴച്ചു കൊണ്ടുപോയിരിക്കുന്നത് കണ്ടിരുന്നു. അങ്ങനെ വലിച്ചിഴച്ചു കൊണ്ടുപോയ ആ സമയത്ത് അനുവിന്റെ ആ ചുരിദാർ പാൻസ് ഊരിപ്പോയതായിരിക്കാനുള്ള സാധ്യതയാണ് തുടക്കത്തിൽ പോലീസ് കണ്ടിരുന്നത്. അനുവിനെ കൊല ചെയ്യാൻ വേണ്ടി ധൃതിയിൽ വലിച്ചുകൊണ്ടുപോയപ്പോൾ വസ്ത്രം എവിടെയൊക്കെയോ കുരുങ്ങി കീറിപ്പോയതാൽ. പക്ഷെ ഇപ്പോ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് അത് അങ്ങനെയല്ല എന്ന് വ്യക്തമാക്കുകയാണ്. കൊല ചെയ്യപ്പെടുന്നതിന് മുന്നേ അനുവിനെ റേപ്പ് ചെയ്തിരിക്കുകയാണ്. അത് ഈ മുജീബ് റഹ്മാന്റെ മോഡസ് ഓഫ് ഓപ്പറാൻഡിയുമായി ഒരുപാട് ഒത്തുനിൽക്കുന്ന ഒരു കാര്യമാണ്. അനവധി റേപ്പ് കേസുകൾ അയാൾ പ്രതിയാണ്. ഒറ്റയ്ക്ക് പോകുന്ന സ്ത്രീകൾ, അതാണ് അയാളുടെ ടാർഗറ്റ്. ഇവിടെയും അനു ഒറ്റയ്ക്കായിരുന്നു. ഒറ്റയ്ക്ക് പോകുന്ന സ്ത്രീകളെ കണ്ടെത്തിയാൽ അവരെ പിടികൂടി റേപ്പ് ചെയ്യുന്ന അയാൾ അവരുടെ കൈവശം പണമോ ആഭരണങ്ങളോ ഉണ്ടെങ്കിൽ അതും കൈക്കലാക്കും. അവര് റെസിസ്റ്റ് ചെയ്യണമെങ്കിൽ അവരെ കൊല്ലാനും അയാൾ മടിക്കില്ല. ആ ഒരു സ്വഭാവമുള്ള ആളാണ് മുജീബ്. അങ്ങനെയാണെങ്കിൽ ഈ അനുവുമായി ബന്ധപ്പെട്ടും മുജീബ് ഇടപെട്ടിട്ടുണ്ടാവും. ആ കാര്യം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 90% ഉറപ്പാണ്. മുജീബിനെ കിട്ടിയാലേ ബാക്കി 10% കാര്യം പറയാൻ പറ്റും. അങ്ങനെയാണ് പോലീസ് സംഘം അവിടെ മുജീബിന്റെ വീട്ടിലെത്തുന്നത്. പോലീസ് മുജീബിന്റെ വീട്ടിലേക്ക് കടക്കുന്ന സമയത്ത്
അവര് ഒരു കാഴ്ച കണ്ടു. ആ വീടിന്റെ അടുത്ത് ഒരു സ്ത്രീ നിന്ന് എന്തോ കത്തിക്കുന്ന കാഴ്ചയാണ് അവിടേക്ക് കടന്നു വരുന്ന പോലീസ് കണ്ടത്. പോലീസിനെ കണ്ടതും ആ സ്ത്രീ അവർ കത്തിച്ചുകൊണ്ടുന്ന സാധനങ്ങൾ കുറെ കൂടി ശക്തമായി കത്താൻ വേണ്ടി അതിനകത്തേക്ക് മണ്ണെണ്ണ എടുത്തൊഴിക്കുന്നത് കണ്ട ആ നിമിഷത്തിൽ ഒരു പോലീസുകാരൻ മുന്നോട്ട് കുതിക്കുകയായിരുന്നു. അയാൾ ഓടി വന്ന് ആ സ്ത്രീയെ തള്ളി മാറ്റി ആ തീ കത്തിച്ചുകൊണ്ടുന്ന വസ്ത്രങ്ങളൊക്കെ ആ തീന്ന് വലിച്ചെടുത്തു. ഈ സമയത്ത് ബാക്കി പോലീസുകാരും ഓടിയെത്തി. അവര് ഓടിയെത്തുമ്പോഴേക്കും വീടിനകത്തുനിന്ന് അടുക്കള വഴി ഒരാൾ പുറത്തേക്ക് ചാടി ഇറങ്ങി. അയാൾ അടുക്കള വഴി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് മനസ്സിലാക്കിയ പോലീസ് സംഘം അയാൾ വളയുമ്പോഴേക്കും അയാളുടെ കയ്യിരുന്ന കത്തി കൊണ്ട് അയാൾ ആഞ്ഞു വെട്ടുകയാണ്. വെട്ട് ഒരു പോലീസുകാരന്റെ പുറത്ത് തന്നെ ഏറ്റു. അതിനിടയിൽ ബാക്കി പോലീസുകാർ ആ വ്യക്തിയുടെ പുറത്തേക്ക് ചാടി വീണ് അയാളെ തറയിലേക്ക് താഴ്ത്തി. അയാളുടെ കയ്യിൽ നിന്ന് ആ കത്തി പിടിച്ചു വാങ്ങി അയാളുടെ കൈകൾ ബന്ധിച്ച് അയാളെ തറയിൽ നിന്ന് പൊക്കിയെടുക്കുമ്പോൾ കൊണ്ടോട്ടി പോലീസ് പേരാമ്പ്ര പോലീസിനോട് പറഞ്ഞു, ഇതാണ് മുജീബ് റഹ്മാൻ. പോലീസുകാരെ ആക്രമിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മുജീബ് റഹ്മാന്റെ ആ ശ്രമം പരാജയപ്പെടുത്തിയ പോലീസ് അയാളെ പൊക്കുന്നതിനിടയിൽ അയാളുടെ സഹായിയായി അവിടെ ഉണ്ടായിരുന്ന ആ സ്ത്രീയെ പൊക്കി. അത് മുജീബിന്റെ വെറും സഹായിയല്ല, അത് മുജീബിന്റെ ഭാര്യയാണ്. അവർ കത്തിക്കാൻ ശ്രമിച്ച ഡ്രസ്സിലേക്ക് പോലീസിന്റെ ശ്രദ്ധ ഇതിനിടയിൽ വീണിരുന്നു. അത് ആ ചുവന്ന ബൈക്ക് CCTV പതിഞ്ഞ സമയത്ത് അയാൾ ധരിച്ചിരുന്ന ആ കോട്ടാണ്. തെളിവുകൾ നശിപ്പിക്കാനായി ഒരു ശ്രമം ആ സ്ത്രീ നടത്തുന്നതാണ്. എന്നാൽ അവരെ രണ്ടുപേരെയും അവിടെ വെച്ച് തന്നെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അതിനകത്തുനിന്ന് ആ വീട്ടിനകത്തുനിന്ന് അവർക്ക് കുറച്ച് പണം കിട്ടി. ആ പണത്തിന്റെ സോഴ്സിനെ കുറിച്ചുള്ള അന്വേഷണം പോലീസിനെ എത്തിച്ചത് കൊണ്ടോട്ടിയിലെ അബൂബക്കറിലേക്കാണ്. അബൂബക്കർ ഈ മുജീബ് റഹ്മാൻ കൊണ്ടുകൊടുത്ത ആഭരണത്തെ പണമാക്കി മാറ്റുന്ന വ്യക്തിയാണ്. അയാൾക്ക് അനവധി ജുവലറികളുമായി ബന്ധമുണ്ട്. ആ ജുവലറികൾ അയാൾ മാറി തിരിഞ്ഞും മുജീബ് കൊണ്ടുകൊടുക്കുന്ന ആഭരണങ്ങൾ വീട്ടിൽ കാശാക്കും. പോലീസ് ആ ആഭരണങ്ങളെ കണ്ടെടുത്തു. അങ്ങനെയാണ് മുജീബിനെയും അബൂബക്കറെയും മുജീബിന്റെ ഭാര്യയും പോലീസ് പേരാമ്പ്രയ്ക്ക് കൊണ്ടുവരുന്നത്. വിവരമറിഞ്ഞ് നാട്ടുകാരെല്ലാം അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. തികച്ചും ദുരൂഹമായ സാഹചര്യത്തിൽ മിസ്സാവുകയും പിന്നീട് കൊല്ലപ്പെട്ട ശൈലിയിൽ കണ്ടെത്തുകയും ചെയ്ത അനുവിന്റെ കൊലപാതകയെ കിട്ടിയെന്നുള്ള വാർത്തയ്ക്ക് വല്ലാത്തൊരു വാർത്താ പ്രാധാന്യമുണ്ട്. പത്രങ്ങളും ചാനലുകളും ഒക്കെ ഈ വാർത്ത ഈ സമയത്ത് വളരെ പ്രാധാന്യത്തോടെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ബ്രേക്കിംഗ് ന്യൂസിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബ്രേക്കിംഗ് ന്യൂസിൽ ആളുകൾ ഞെട്ടിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏകദേശം 57ഓളം കേസുകൾ പ്രതിയായ ഒരാളാണ് ഈ അനുവിനെ കൊലപ്പെടുത്തിയെന്നുള്ള ആ വാർത്ത ആളുകൾക്കുണ്ടാക്കിയ ഞെട്ടലിന് അളവില്ലെന്ന് പറയാം. ഇത്രയേറെ കേസുകൾ പ്രതിയായ ഒരാളെ എങ്ങനെയാ സ്വതന്ത്രമായി നിരത്തിൽ സഞ്ചരിക്കാൻ അനുവദിക്കുക? ആ ചോദ്യം TV ചാനലുകളോട് ചോദിച്ച ഒരു വ്യക്തി 2020 ആ ഓട്ടോയിൽ ക്രൂരമായി മുജീബിനാൽ റേപ്പ് ചെയ്യപ്പെട്ട ആ സ്ത്രീയാണ്. അവര് പത്രക്കാരോട് പറഞ്ഞത് ശരിക്കും എല്ലാവരും പറയാൻ ആഗ്രഹിച്ച ഒരു വാചകമാണ്. അന്നേ അവനെ തൂക്കിക്കൊല്ലേണ്ടതായിരുന്നു, എങ്കിൽ ആ പാവപ്പെട്ട അനു കൊല്ലപ്പെടില്ലായിരുന്നു. ആ സ്ത്രീ പറഞ്ഞ ആ വാചകത്തിനകത്ത് എല്ലാം ഉണ്ട്. സമൂഹത്തിൽ ജീവിക്കാൻ ഒരു തരത്തിലും അർഹതയില്ലാത്ത ഒരാളെ നിയമത്തിന്റെ നൂലാമാലകൾക്കിടയിലൂടെ പുറത്തിറങ്ങാൻ നമ്മുടെ നിയമ സംവിധാനം അനുവദിച്ചത് കൊണ്ടാണ് അനു എന്ന ആ പാവപ്പെട്ട സ്ത്രീ കൊല്ലപ്പെട്ടത്. അനുവിനെ കൊന്ന മുജീബ് റഹ്മാനെ പോലീസ് തെളിവെടുപ്പിനായി ആ സ്പോട്ടിലേക്ക് കൊണ്ടുവന്നു. അയാൾ അനുവിനെ കണ്ട ആ നിമിഷം മുതലുള്ള രംഗങ്ങളാണ് അയാൾ പോലീസിനോട് പറയുകയും പോലീസിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. അയാള് മട്ടന്നൂരിൽ നിന്ന് മോഷ്ടിച്ച ആ ബൈക്കുമായി ഇട റോഡുകളിലൂടെയൊക്കെ കറങ്ങി അങ്ങനെ വരുമ്പോഴാണ് അയാളുടെ ശ്രദ്ധ അനു എന്ന ആ സ്ത്രീയിൽ പതിയുന്നത്. അനു ധൃതിയിൽ അവളുടെ വീട് പൂട്ടി ആ ചെറിയ തടത്തിലേക്ക് ഇറങ്ങി അതുവഴി നടന്ന് മെയിൻ റോഡിലേക്ക് പോവുകയാണ്. ഏകദേശം 1 കിലോമീറ്ററോളം ദൂരമുണ്ട് അവളുടെ വീടും ആ മെയിൻ റോഡും തമ്മിൽ. മെയിൻ റോഡിൽ വന്നാലേ ബസ് കിട്ടത്തുള്ളൂ. അവളുടെ ഹസ്ബൻഡ് മെയിൻ റോഡിലേക്ക് പോയിട്ട് കുറെ നേരമായി. അദ്ദേഹം അവിടെ കാത്തു നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകാനായി ധൃതിയിൽ അവൾ നടക്കുമ്പോഴാണ് പുറകെ വരികയായിരുന്ന മുജീബ് റഹ്മാൻ ആ ബൈക്ക് അനുവിനെ ക്രോസ് ചെയ്ത് ഒരു സ്ഥലത്ത് നിർത്തുന്നത്. അനു അയാളുടെ അടുത്തെത്തിയതും അയാള് അനുവിനോട് ചോദിച്ചു, മെയിൻ റോഡിലേക്കാണോ? അതെ, ഞാൻ മെയിൻ റോഡിലേക്കാണ്, കയറിക്കോ, ഞാൻ മെയിൻ റോഡിൽ ഇറക്കാം. ഹെൽമറ്റ് വെച്ചിരിക്കുന്ന അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ അനു ആദ്യം ഒന്ന് കയറാൻ വിസമ്മതിച്ചു. പക്ഷെ 1 കിലോമീറ്ററോളം ദൂരം നടക്കാതെ ആ ബൈക്കിൽ യാത്ര ചെയ്യാമെന്നുള്ള ആ കാര്യം അവളുടെ മനസ്സിൽ പതിഞ്ഞതും അവസാനം അവൾ ആ ബൈക്കിൽ കയറുകയായിരുന്നു. ബൈക്ക് അവളുമായി മുന്നോട്ട് നീങ്ങി. അവളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞതും മുജീബ് വാഹനം നിർത്തി. വാഹനം നിർത്തുന്നിടയിൽ അയാൾ അനുവിനോട് പറഞ്ഞു, എനിക്ക് ഒന്ന് മൂത്രമൊഴിക്കണം. അത് കേട്ടതും അനു ബൈക്കിൽ നിന്നിറങ്ങി അനു ബൈക്കിൽ നിന്ന് അല്പം പുറകോട്ട് മാറി. അവൾക്കൊപ്പമുള്ള അപരിചിതനായ പുരുഷൻ ആ തടത്തിൽ നിന്ന് താഴോട്ടിറങ്ങി എവിടെയെങ്കിലും പോയി മൂത്രമൊഴിക്കുമെന്നുള്ള ഒരു വിശ്വാസമാണ് ആ സമയത്ത് അനുവിനുണ്ടായിരുന്നത്. അനു ഒന്ന് പുറകോട്ട് മാറിയതും തികച്ചും അപ്രതീക്ഷിതമായി അവളുടെ അടുത്തുകൂടി തോട്ടിന്റെ ഭാഗത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ച ആ വ്യക്തി അവളുടെ തല പിടിച്ച് തറയിലേക്ക് ഒരു ഒറ്റ ഇടി. അയാൾ തോട്ടിലേക്ക് ഇറങ്ങാൻ പോവുകയാണെന്നാണ് അനു യഥാർത്ഥത്തിൽ ധരിച്ചത്.
ആ തോടിന്റെ ഭാഗത്തേക്ക് ഇറങ്ങാൻ പോവുകയാണെന്ന വ്യാജേനെ കുനിഞ്ഞ മുജിബ് അവളെ തല പിടിച്ച് തറയിലേക്ക് ഇടിച്ചതും അവള് ശരിക്കും പെട്ടുപോയി. തറയിലേക്ക് വീണ അവളെ ആ നിമിഷത്തിൽ തോന്നിയ ആവശ്യത്തിൽ മുജിബ് റേപ്പ് ചെയ്യായിരുന്നു. റേപ്പ് ചെയ്തതിന് ശേഷമാണ് അവിടെ നിന്ന് മുജിബ് അവളെ വലിച്ചിഴച്ച് ആ തോട്ടിന്റെ കരയിലേക്ക് കൊണ്ടുവന്നു. തോട്ടിന്റെ കരയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവളുടെ ആഭരണങ്ങളൊക്കെ അഴിച്ചെടുത്ത അയാൾ അനുവിനെ ആ തോട്ടിലേക്ക് ഇട്ട് കൂടെ ചാടി ഇറങ്ങി അവളുടെ തല ആ തോട്ടിലെ ചെളിയിലേക്ക് ചവിട്ടി താഴ്ത്തുകയായിരുന്നു. അനു മരിച്ചു എന്ന് ഉറപ്പായതിനു ശേഷമാണ് അയാള് മുകളിലേക്ക് കയറിയത്. അയാൾ മുകളിലേക്ക് കയറി നടന്ന് ബൈക്കിനടുത്തെത്തി ഹെൽമെറ്റ് ധരിച്ച് അവിടെ നിന്ന് അതിവേഗം മെയിൻ റോഡിലേക്ക് ഓടിക്കേറിയായിരുന്നു. മെയിൻ റോഡിലേക്ക് അയാൾ ഓടിക്കേറിയ ഭാഗത്ത് നിന്ന് ഇടതുവശത്താണ് ഷിജു നിൽക്കുന്ന ബസ് സ്റ്റാൻഡ് ഉള്ളത്. അയാൾ പോയത് വലതു ഭാഗത്തേക്കാണ്. അതുകൊണ്ടാണ് ഷിജുവിന്റെ ശ്രദ്ധയിൽ ആ ബൈക്ക് പെടാതെ പോയത്. അവിടെ നിന്ന് അയാൾ പല സ്ഥലത്തൂടെയും കറങ്ങി എടവണ്ണപ്പാറയിൽ ബൈക്ക് ഉപേക്ഷിച്ചതിന് ശേഷം അബൂബക്കറെ കണ്ട് ആഭരണങ്ങളൊക്കെ ഏൽപ്പിച്ചതിന് ശേഷമാണ് അയാളുടെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. വീട്ടിൽ മടങ്ങിയെത്തുമ്പോൾ തന്നെ അയാൾ ഈ വാർത്തകൾ അറിയുന്നുണ്ടായിരുന്നു. അനു കൊല്ലപ്പെട്ട സംഭവം പോലീസ് എല്ലാ തലത്തിലും അന്വേഷിക്കുന്നു എന്ന് ബോധ്യമായപ്പോഴാണ് അയാൾക്ക് ഏറെ ഇഷ്ടമുള്ള ആ വസ്ത്രങ്ങളൊക്കെ നശിപ്പിച്ച് കളയാനുള്ള തീരുമാനത്തിലേക്ക് അയാൾ എത്തിയത്. അയാളുടെ എല്ലാ തെളിവുകളും നശിപ്പിക്കുകയും അയാൾക്ക് വേണ്ടി കോടതിയിൽ വക്കീലന്മാരെ ഏർപ്പെടുത്തുകയും ചെയ്യുന്ന ജോലി അയാളുടെ ഭാര്യയുടേതാണ്. കഴിഞ്ഞു പോയ മിക്കവാറും എല്ലാ കേസുകളിലും ശരിക്കും കോടതിയിൽ അയാളുടെ കേസ് വാദിക്കാനായി എല്ലാ സംവിധാനവും ഒരുക്കാൻ കൂടെ നിന്നത് അയാളുടെ ഭാര്യ തന്നെയാണ്. ഭർത്താവിന് പറ്റിയ ഭാര്യ എന്നല്ലാതെ അവരെക്കുറിച്ച് വേറൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും മുജീബ് പോലീസിന്റെ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം തെളിവെടുപ്പിനായി വിവിധ സ്ഥലങ്ങളിൽ പോകുമ്പോൾ പോലീസ് ആ സ്ത്രീയും കൂടി പല സ്ഥലത്തും കൊണ്ടുവന്നിരുന്നു. ആളുകളൊക്കെ വല്ലാത്തൊരു അമ്പരപ്പോടെയും അതിശയത്തോടെയാണ് ആ സ്ത്രീയും കണ്ടത്. ഇങ്ങനെയുള്ള ഭാര്യ ഭർത്താക്കന്മാർ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നാൽ ഭൂമിയിലെ മറ്റു മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റില്ല എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമായിട്ടാണ് ആളുകൾ ഈ ദമ്പതികളെ ചൂണ്ടിക്കാണിക്കുന്നത്. ഏത് സാഹചര്യമാണ് മുജീബ് റഹ്മാനെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചെന്ന ചോദ്യത്തിന്റെ ഉത്തരം അത് മറ്റൊരു കഥയാണ്. എന്നാൽ ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യും. താങ്ക് യു.